രണ്ടാമത്തെ ആഴ്ചയിലേക്ക് ബിഗ് ബോസ് സീസൺ 7 എത്തുമ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചവരിൽ മുൻപിൽ നെവിനുമുണ്ട്. ഹൗസിലെ എൻ്റർടൈനർ എന്ന ടാഗ് പ്രേക്ഷകർ പലരും നെവിന് നൽകി കഴിഞ്ഞു. ഭക്ഷണം മോഷ്ടിച്ച് ഒളിച്ചിരുന്ന് കഴിക്കുന്നതാണ് നെവിൻ്റെ പ്രധാന പണി. ഈ ആഴ്ച മത്സരാർത്ഥികൾ ഓരോരുത്തരും അവരുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ടാസ്ക് തുടങ്ങിയിരുന്നു. ഹൃദയം തൊട്ടായിരുന്നു ഓരോ മത്സരാർത്ഥികളുടെയും വാക്കുകൾ. ഇതിൽ നെവിന് പറയേണ്ടി വന്നത് അവൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചാണ്. നെവിൻ തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുന്നത് പ്രേക്ഷകർക്കിടയിലും വലിയ ചർച്ചയായി. എനിക്ക് പറയാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണത് എന്ന് നെവിൻ പറയുമ്പോൾ തന്നെ കുട്ടിക്കാലം നെവിന് നൽകിയ ട്രോമ എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. എനിക്കൊരു ഫെമിനിൻ പാർട്ടുണ്ട്. അതിനെച്ചൊല്ലി ഒരുപാട് അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും എല്ലാം നേരിട്ടിട്ടുണ്ട്. സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും നാട്ടിലുള്ളവരുമെല്ലാം എന്നെ അതിൻ്റെ പേരിൽ വേദനിപ്പിച്ചിട്ടുണ്ട്, നെവിൻ പറയുന്നു. ഇന്ന് ഞാൻ ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് അന്ന് നിങ്ങൾ കുറവായി കണ്ട ആ ഫെമിനിൻ പാർട്ടും എൻ്റെ കഴിവുമെല്ലാം കൊണ്ടാണ്. ഞാൻ ബിഗ് ബോസിൽ വന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഒരു വ്യക്തിയുടെ മാനറിസങ്ങൾ വെച്ചിട്ടല്ല ആ വ്യക്തിയെ അളക്കേണ്ടതെന്ന് പറയാനാണ്. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എനിക്ക് കുട്ടിക്കാലം പറ്റിയിട്ടില്ല. എനിക്ക് 5 വയസ്സായപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ മറ്റൊരു ഫാമിലിയിലേക്ക് പറിച്ചു നട്ടു. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അച്ഛനെയും അമ്മയെയും കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കുട്ടിക്കാലത്തെക്കുറിച്ച് എനിക്കധികം പറയാനില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇങ്ങനെയായിരുന്നു നെവിൻ പറഞ്ഞു നിർത്തിയത്.